നമ്മുടെ സുരേഷ് ഗോപി വേണ്ടി വന്നാൽ അഭിനയത്തിന് ആയിട്ട് കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ചേക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. അഭിനയിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആവശ്യം അമിത്ഷാ 22 പടങ്ങളിലേക്ക് അഭിനയിക്കണമെന്ന് കേട്ടപ്പോൾ തന്നെ അമിത്ഷാ പേപ്പർ വലിച്ച് ദൂരെ എറിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരുപക്ഷെ സുരേഷ് ഗോപി രാജിവെച്ചാൽ കേരളത്തിൻ്റെത് മാത്രമല്ല തമിഴ്നാട്ടിൻ്റേത് ഉൾപ്പെടെയുള്ള മന്ത്രിയായിരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച ഒരാൾ രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അത് ഏതൊക്കെ തലങ്ങളിൽ എങ്ങനെയൊക്കെ പ്രതിഫലിക്കും? സുരേഷ് ഗോപി എന്ന് പറയുന്ന നടനെ സിനിമയിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നീട് നമ്മൾ സുരേഷ് ഗോപിയെ രാഷ്ട്രീയ നേതാവായിട്ടാണ് കാണുന്നത്. ഇവിടെ സുരേഷ് ഗോപിയെ നമ്മളൊന്ന് നിരീക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ സുരേഷ് ഗോപിയിൽ ഉണ്ടാകൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങൾ, സുരേഷ് ഗോപി BJPയുടെ ആദ്യത്തെ MP ആണ്, ഒരു സെലിബ്രിറ്റിയാണ്, കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കുന്ന ഒരാളുമാണ് സുരേഷ് ഗോപി. പക്ഷെ അദ്ദേഹം BJPക്ക് ഒരു ആസ്തിയാണോ അതോ ഒരു ബാധ്യതയായിട്ട് മാറുകയാണോ എന്നുള്ളതാണ് ഈ സമകാലിക കാലഘട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ വിളിച്ചു പറയുന്ന ഒരു കാര്യം അതാണ്. അപ്പോൾ സുരേഷ് ഗോപിയെ ഞാൻ നിരീക്ഷിക്കുന്നത്, എനിക്ക് സുരേഷ് ഗോപിയുടെ യഥാർത്ഥത്തിൽ റെസ്പെക്ട് തോന്നിയത്, അല്ലെങ്കിൽ കേരളം സുരേഷ് ഗോപിയെ അംഗീകരിക്കാൻ കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്, അമിത്ഷാ പങ്കെടുക്കുന്ന ഒരു യോഗം തേക്കിൻകാട് മൈതാനത്ത് തൃശ്ശൂർ നടക്കുമ്പോൾ പ്രമുഖരായ BJP നേതാക്കന്മാരെല്ലാം അവിടെ ഉണ്ട്. പ്രത്യേകിച്ച് K. സുരേന്ദ്രൻ, V. മുരളീധരനോടൊക്കെയുള്ള നേതാക്കന്മാർ അവിടെ ഉണ്ട്. അവരെ ഇരുത്തിക്കൊണ്ട് സുരേഷ് ഗോപി പറഞ്ഞു, ഇവിടെ ഇരിക്കുന്നവരാരും എൻ്റെ നേതാക്കന്മാരല്ല, ഞാൻ രണ്ടുപേരെയാണ് ബഹുമാനിക്കുന്നത്, ഒന്ന് നരേന്ദ്രമോദിയെ, മറ്റൊന്ന് അമിത്ഷായെ, അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ നേതാക്കന്മാരാരും ഇല്ല. അത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ഫോടനമാണ് നടന്നത്, ഒരു രാഷ്ട്രീയ സ്ഫോടനമാണ്. BJPയെ പിടിച്ചു കുലുക്കിയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇപ്പം സുരേഷ് ഗോപി CPM ചെല്ലുമ്പോൾ ഇപ്പോൾ ഗോവിന്ദ മാഷയും പിണറായി വിജയനെയോ അല്ലെങ്കിൽ അതുപോലെ പ്രമുഖരായ നേതാക്കന്മാരെ എഴുതിക്കൊണ്ട് ഇവരാരും അല്ല എൻ്റെ നേതാവ് യെച്ചൂരിയാണെന്നോ അല്ലെങ്കിൽ വേറൊരാളെന്ന് പറയുമ്പോൾ എന്താ ഉണ്ടാകുന്ന ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം. അവിടെ ശരിക്കും പറഞ്ഞാൽ BJP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ അടിത്തറയെ പിടിച്ചു കുലുക്കിയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് സുരേഷ് ഗോപി നടത്തിയത്. പക്ഷെ ആ സ്റ്റേറ്റ്മെൻറ്റ് സുരേഷ് ഗോപിക്ക് കൊടുത്ത മൈലേജ് വളരെ വലുതാണ്. സുരേഷ് ഗോപി പറയുകയാണ്, ഈ ഇരിക്കുന്ന നേതാക്കന്മാർ ഇവരൊക്കെയാണ് എൻ്റെ നേതാക്കന്മാർ, V. മുരളീധരനും K. സുരേന്ദ്രനൊക്കെ നേതാക്കന്മാരാണ്, അവരുടെ ഒരു ഇംഗിതത്തിനനുസരിച്ചാണ് ഞാൻ കേരളത്തിൽ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു എങ്കിൽ തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് കെട്ടിവെച്ച കാശ് കിട്ടുമായിരുന്നില്ല. അതാണ് വാസ്തവം. അപ്പോൾ സുരേഷ് ഗോപി വേറിട്ട ഒരു പൊളിറ്റീഷ്യനാണ്. സ്വന്തം വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു നേതാവാണ് താനെന്ന് തെളിയിച്ചു സുരേഷ് ഗോപി ആ സ്റ്റേറ്റ്മെൻറ്റിലൂടെ. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം അവിടെ മത്സരിച്ചു. മലയാള മനോരമ നടത്തിയ സർവേയിൽ അദ്ദേഹത്തെ 3-ാം സ്ഥാനത്ത് കൊണ്ടിരുത്തി. പിന്നെ മനോരമ കള്ളം മാത്രം പറയുന്നതുകൊണ്ട് പിന്നെ എനിക്ക് അതിൻ്റെ അഭിപ്രായ വ്യത്യാസമില്ല. അസം 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്തു. അതൊന്ന് ആലോചിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ സുരേഷ് ഗോപി അത്തരത്തിൽ ഒരു ഭൂരിപക്ഷം നേടി ജയിക്കുകയും ക്രൈസ്തവർക്ക് വലിയ സ്വാധീനമുള്ള തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി 3-ാം സ്ഥാനത്ത് എത്തുമെന്ന് മനോരമയെ പോലൊരു പത്രം പ്രവചിക്കുകയും ചെയ്ത കാലഘട്ടത്തിലാണ് സുരേഷ് ഗോപിയുടെ ഇമേജ് അങ്ങ് മാറുന്നത്. അവിടെ ഒന്നും അദ്ദേഹം മന്ത്രിയായി മാറിയ സുരേഷ് ഗോപി മനസ്സിലാക്കേണ്ടത്, താൻ ഒരു സിനിമാ നടനല്ല, നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിൽ ഒരു മന്ത്രിയാണെന്നുള്ളതാണ്. അദ്ദേഹം പത്രസമ്മേളനത്തിൽ വരുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, കമ്മീഷണർ സിനിമയുടെ ഷൂട്ടിങ്ങിന് സിനിമാറ്റോഗ്രാഫറുടെ മുന്നിൽ, ക്യാമറാമാൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ലാഘവത്തോടാണ് അദ്ദേഹം പത്രസമ്മേളനത്തിനെ അഭിമുഖീകരിക്കുന്നത്. പത്രസമ്മേളനം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നതാണ്. വീണ്ടും വീണ്ടും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ട്രോളാനാണെങ്കിൽ ഒരുപാട് ട്രോളുകൾക്ക് ഇടം കൊടുക്കും, ഒരു പഞ്ഞുമില്ല. അപ്പം വളരെ ശ്രദ്ധിച്ച് താൻ ഉപയോഗിക്കുന്ന വാക്കുകൾ, തൻ്റെ ശരീരഭാഷ, ഇതൊക്കെ വളരെ ആലോചിച്ച് ഒക്കെ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് എങ്ങനെ ജനപിന്തുണ കേരളത്തിൽ ആർജിക്കാൻ കഴിഞ്ഞോ അതിനേക്കാൾ വേഗത്തിൽ ഈ ജനപിന്തുണ നഷ്ടപ്പെട്ടു പോകുന്നതാണ് വാസ്തവം. ഒരു അഭിനേതാവെന്നുള്ള നിലയിൽ ഈ വേഷപ്പകർച്ചയും ഭാവപകർച്ചയും സുരേഷ് ഗോപിക്ക് ആരും പറഞ്ഞു കൊടുക്കണ്ട. പക്ഷെ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ടുള്ളൊരു ആ സിനിമാ നടനിൽ നിന്നും കേന്ദ്രമന്ത്രിയായി അദ്ദേഹം പലപ്പോഴും ഉയരുന്നതുമില്ല. അദ്ദേഹത്തിന് പല പ്രകടനങ്ങളും ആ വഴിക്കാണ് പോകുന്നത്. ഒരു കേഡർ പാർട്ടിയിൽ ആ സംവിധാനങ്ങൾ വഴി അല്ലാതെ
കടന്നു വന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ സംസ്ഥാന നേതൃത്വത്തിന് പലപ്പോഴും അമർഷമുണ്ട്. അമർഷം പുറത്ത് കാണിക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ തൽക്കാലം അടങ്ങിയിരിക്കുന്നതാണ്. സുരേഷ് ഗോപിയുടെ ഇത്തരം ചെയ്തികൾ കേന്ദ്ര നേതൃത്വത്തിന്റെ മുമ്പിൽ ഒരുപക്ഷെ എത്തിച്ചേക്കില്ലേ? അല്ല, സുരേഷ് ഗോപി മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം, സുരേഷ് ഗോപി സിനിമാ നടനാണ്, നല്ല നടനാണ്. സുരേഷ് ഗോപിയെക്കാളിലും മമ്മൂട്ടിയെക്കാളിലും മോഹൻലാലിനെക്കാളിലും ഒക്കെ നല്ല നടന്മാരാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാർ. അവരുടെ അഭിനയത്തിന്റെ അടുത്തെങ്കിലും സുരേഷ് ഗോപി ചെല്ലത്തില്ല. അവരുടെ സ്ക്രിപ്റ്റ് അവർ തയ്യാറാക്കുന്നതാണ്, തിരക്കഥാകൃത്ത് എഴുതി കൊടുക്കുന്നതല്ല. അപ്പൊ അവര് തയ്യാറാക്കുന്ന സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് ക്യാമറാമാന്റെ മുന്നിലല്ല അവർ നിൽക്കുന്നത്. കോടിക്കണക്കിന് ആളുകളുടെ കണ്ണുകളുടെ ക്യാമറ, അതിന്റെ മുന്നിലാണ് ഒരു രാഷ്ട്രീയ നേതാവ് നിൽക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് പറഞ്ഞില്ലെങ്കിൽ വലിയ അപരിഹാര്യമായ നഷ്ടമായിരിക്കും ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ സിനിമയിൽ റീടേക്കിന് അവസരമുണ്ട്, രാഷ്ട്രീയത്തിൽ റീടേക്കിന് അവസരമില്ല. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന നടന്മാര് സിനിമാ നടന്മാരെക്കാൾ സമർത്ഥരാണ്. അപ്പം സിനിമയിൽ താൻ അഭിനയിച്ച, തനിക്ക് വെല്ലുവിളി ഉയർത്തിയ മറ്റ് സഹനടന്മാരിൽ നിന്നും അല്ലെങ്കിൽ സഹപ്രവർത്തകരിൽ നിന്നും വ്യത്യസ്തമാണ് ഈ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന നടന്മാർ. അവരെ ഭാരത് അവാർഡൊന്നും കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. സുരേഷ് ഗോപിക്ക് സ്വപ്നം കാണാനൊക്കാത്ത വിധത്തിൽ അഭിനയിക്കാൻ അറിയുന്ന ആളുകളാണ് അവർ. അതുകൊണ്ട് സുരേഷ് ഗോപി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യം അദ്ദേഹം ചെയ്യേണ്ടത്, ഒന്ന്, ഈ അദ്ദേഹത്തിന് നല്ലൊരു ഉപദേശകനെ വെക്കണം. കൃത്യമായിട്ട് അദ്ദേഹത്തിനെ കാര്യങ്ങൾ ബ്രീഫ് ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടാകണം. ഉദാഹരണത്തിന് ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും നല്ല സമയത്ത് സാറിനറിയാം, DP തറും PN ഹസറുമാണ് ഇന്ദിരാഗാന്ധിയുടെ നല്ല സമയത്ത് അവരെ ഉപദേശിച്ചുകൊണ്ടിരുന്നത്. നല്ല ഉപദേശകരാണ് നല്ല രാഷ്ട്രീയ നേതാക്കന്മാരെ സൃഷ്ടിക്കുന്നത്. ഉപദേശത്തിന് അവരുടെ കാലാനുസൃതമായ കാലിക പ്രസക്തമായ വിഷയങ്ങൾ കൊടുക്കുക, എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അവരുടെ നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഒന്ന്, അത് കേൾക്കാനുള്ള സഹിഷ്ണുത വേണം. രണ്ട്, അതിനെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു ആർജവമാണ്. ഇത്രയും ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നിസ്സാരമാണ്. ഇപ്പോൾ സുരേഷ് ഗോപി ഇന്ത്യയിലെ ഒരു നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിലെ ഒരു മന്ത്രിയാണ് താനെന്നും തനിക്ക് എന്തെല്ലാം പറയാൻ കഴിയും, തനിക്ക് എന്തെല്ലാം പറയാൻ പാടില്ല, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരു മന്ത്രിക്ക് ഒരു ലക്ഷ്മണരേഖയുണ്ട്, അത് കടക്കാൻ പാടില്ല. ലക്ഷ്മണരേഖ കടന്ന മന്ത്രിമാർക്കൊക്കെ അതിന് വിലയും കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതാണ് അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ, അദ്ദേഹത്തിൻ്റെ ഡയലോഗുകൾ, അതൊക്കെ സൂക്ഷിച്ചു വേണം. ഒരുപക്ഷെ എങ്ങാണ്ട് അദ്ദേഹം വേണ്ടി വന്നാൽ ഇട്ടേച്ച് പോകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. അത് ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വം ഇടപെടുമായിരിക്കാം, അതിൻ്റെ ഒരു ചർച്ചകൾ നടക്കുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ ഇട്ടേച്ച് പോയാൽ അത് സുരേഷ് ഗോപിയുടെ ഭാവി മാത്രമല്ല, അത് പിന്നെ BJPയുടെ രാഷ്ട്രീയ ഭാവി പോലും ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറം അത് അവർക്ക് തടസ്സമായി മാറിയിരിക്കാം. അങ്ങനല്ലേ അത്? സുരേഷ് ഗോപി ഇട്ടേച്ച് പോകും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അദ്ദേഹത്തിൻ്റെ കമ്മീഷണർ എന്ന സിനിമയിലെ ഡയലോഗല്ല, മഹാഭാരതത്തിലൊരു കഥയാണ്. വിരാട രാജാവിൻ്റെ കുറച്ച് പിന്നെ പശുക്കളെ കൗരവന്മാർ പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ അതിനെ മോചിപ്പിക്കണം. അപ്പോൾ അത് യുദ്ധമല്ലാതെ വേറെ മാർഗമൊന്നുമില്ല എന്ന് കണ്ടപ്പം വിരാട രാജാവിൻ്റെ മകൻ ഉത്തരൻ പറഞ്ഞു, ഇപ്പം ഞാൻ ഇവരെ എല്ലാം റെഡിയാക്കി കൊണ്ടുതരാം, ഇപ്പം പിടിച്ചോണ്ട് വരാം, നമ്മുടെ കുതിരോട്ടം പപ്പ പറയുന്നത് ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ രഥത്തിൽ കയറി പോകുന്നു. അപ്പം ഉത്തരനെ എൻ്റെ കപ്പാസിറ്റിയെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന അർജുനൻ അവിടെ വേഷം മാറി താമസിക്കുകയാണല്ലോ. അപ്പോൾ അർജുനനാണ്, അപ്പോൾ തേര് ഞാൻ തെളിച്ചോളാം എന്ന് പറഞ്ഞ് അർജുനൻ തേര് തെളിക്കാനായിട്ട് പോവാണ്. ഉത്തരം പോയാലുണ്ടാ സംഭവിക്കുന്നതെന്ന് പറയുക, കാരണം അപ്പുറത്ത് നിൽക്കുന്നത് പിന്നെ കർണന്, ദുര്യോധനന്, ദുശാസനന്, അവരുമായിട്ട് യുദ്ധം ചെയ്യാൻ ഈ ഉത്തരം പോകുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാമല്ലോ. അവിടെ ചെന്ന് ഈ കൗരവന്മാരുടെ പടയെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഉത്തരം പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് അമ്മയും അച്ഛനെയൊക്കെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ പുറകിലോട്ടിരുന്നു, നീ മുന്നിലോട്ടിരുന്നു, തേരിൽ തെളിച്ചു, ഞാൻ യുദ്ധം ചെയ്തോളാം എന്ന് പറഞ്ഞ് കർണൻ യുദ്ധം ചെയ്യുന്നു. അപ്പം കമ്മീഷണർ, സിനിമയിലെ കമ്മീഷണർ മഹാഭാരതത്തിലെ ഉത്തരനെ പോലെ പേടിച്ചോടിയാൽ പിന്നെ കേരളത്തിലെ സമൂഹം സുരേഷ് ഗോപി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ എടുക്കില്ല, സിനിമാ താരത്തിനെയും എടുക്കത്തില്ല. സുരേഷ് ഗോപി ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ കേരളത്തിലെ അപഹാസ്യനായ ഒരു വ്യക്തിയായി സുരേഷ് ഗോപി മാറും. അതുകൊണ്ട് ശ്രദ്ധിച്ച് അദ്ദേഹം പോകണം. മികച്ച ഒരു നമ്മുടെ മുഖ്യമന്ത്രിയെ പോലെ ചുറ്റുപാടും ഉപദേശകരെ വേണമെന്നില്ല, പക്ഷെ എങ്കിൽ പോലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന, അതിന് കെൽപ്പുള്ള, ഗ്രൗണ്ട് ലെവലിലെ കാര്യങ്ങൾ കൃത്യമായി പിന്നെ അദ്ദേഹത്തിൽ എത്തിക്കാനുള്ള, എന്താണ് അദ്ദേഹം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു മാറ്റം, ഒരു കേന്ദ്രമന്ത്രിയിലേക്കുള്ള ഒരു മാറ്റം, അതിലേക്കുള്ളൊരു ഉപദേശകനെ എന്തുകൊണ്ട് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. അദ്ദേഹത്തോടൊപ്പം അടുത്തു നിന്നിരുന്ന, വർഷങ്ങളെ അടുത്തു നിന്നിരുന്ന പലരും അദ്ദേഹത്തെ വിട്ട് പൊയ്ക്കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്തകളും വരുന്നുണ്ട്. സർ, അടിയന്തരമായി ഈ വിഷയത്തിൽ ഒരു കേന്ദ്ര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ
ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ BJPക്ക് ഒരു ഇരട്ട സംഖ്യയിലേക്ക് അവരുടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. സുരേഷ് ഗോപിയുടെ പ്രശ്നത്തിൽ നേരെ തിരികെയാണ് സംഭവിക്കുന്നതെങ്കിൽ ആ സാധ്യതയും കൂടെ മങ്ങില്ലേ? അത് എനിക്ക് തോന്നുന്നത് ഇത് സുരേഷ് ഗോപിയുടെ വിഷയമല്ല, BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ വിഷയമാണ്. BJPയുടെ കേന്ദ്ര നേതൃത്വം വളരെ ലാഘവത്തോടുകൂടിയാണ് കേരളത്തെ കാണുന്നത്. അപ്പോൾ കേരളത്തിൽ അവർ പ്രിപ്പറേഷൻ ഇല്ലാതാവുന്ന ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ്, അനിൽ ആൻ്റണിക്ക് വേണ്ടി. അവിടെ അദ്ദേഹം വന്ന് സദസ്സ് നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹം പ്രസംഗം തുടങ്ങി തന്നെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞാണ്. പത്തനംതിട്ട കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അത് പറയാൻ പാടില്ല, കാരണം പ്രോപ്പർ അഡ്വൈസ് അല്ല കിട്ടിയിരിക്കുന്നത്. ശബരിമല വിഷയം കേരളത്തിൻ്റെ മുഴുവൻ വിഷയമായിരുന്നു, പത്തനംതിട്ടയുടെ വിഷയമല്ലത്. മറിച്ച് അതിന് അന്നേരം അവിടെ പ്രസക്തിയില്ല. വന്നതിൽ ഒരുപാട് പേര് തീർച്ചയായിട്ടും അയ്യപ്പ ഭക്തന്മാരുണ്ട്. ശബരിമല ഗവൺമെൻറ് സ്വീകരിച്ച സമീപനത്തിൽ മാർക്സിസ്റ്റുകാരടക്കമുള്ള ആളുകളെല്ലാം ഈ സമീപനത്തെ തള്ളിപ്പറഞ്ഞ രണ്ടാം നവോത്ഥാനം തീർന്നു എല്ലാം തീർന്നു പോയതാണ്. അതൊക്കെ അവജ്ഞയോടെ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞ സംഭവങ്ങളാണ്. പക്ഷെ അവിടെ അദ്ദേഹം അതല്ലായിരുന്നു പറയേണ്ടത്. അദ്ദേഹം ഭാരത് മാതാ വിളിച്ചാൽ മതി, ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞാൽ മതി. അവിടെ ഉപയോഗിക്കേണ്ട വാക്ക് ഞാൻ പറഞ്ഞത്, അദ്ദേഹം അന്ന് അത് പറയുന്നത് കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ഈശ്വര വിശ്വാസിയാണ്. അവിടെ ആ ഇലക്ഷൻ ക്യാമ്പയിൻ അങ്ങനെ ആയിരുന്നില്ല തുടങ്ങേണ്ടത് എന്നാണ്, അവിടെ പാളിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ പ്രോപ്പർ അഡ്വൈസ് പ്രൈം മിനിസ്റ്റർ കൊടുത്തിട്ടില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത്, പ്രൈം മിനിസ്റ്റർ വന്ന് എന്ത് പറയണം എങ്ങനെയാണെന്നുള്ള അദ്ദേഹത്തിനെ ബ്രീഫ് ചെയ്യണമല്ലോ. ആരോ തെറ്റായിട്ട് അദ്ദേഹത്തെ ബ്രീഫ് ചെയ്തിരിക്കുന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൻ്റെ BJPയുടെ കേരള ഘടകത്തെക്കുറിച്ചും കേരള രാഷ്ട്രീയത്തെക്കുറിച്ചും തെറ്റായി ആരോ ഒക്കെ കേന്ദ്ര നേതൃത്വത്തിനെ ബ്രീഫ് ചെയ്തിരിക്കുന്നു. അവർ സ്വപ്ന ലോകത്തെ ബാലഗോപാലന്മാരായിട്ട് അവിടെ ഇരിക്കുന്നു. അവിടുത്തെ ഒരുപറ്റം BJP നേതാക്കന്മാരുടെ ഇഷ്ടക്കാരെ കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ പരിപൂർണമായി പരാജയപ്പെടുത്തേ ഉള്ളൂ. ഇങ്ങനെയാണ് കേന്ദ്ര നേതൃത്വം പോകുമ്പോൾ 2025 ഇനിയും ലോക്കൽ ബോഡി ഇലക്ഷൻ വരികയാണ്. 2026 വീണ്ടും നിയമസഭാ ഇലക്ഷൻ വരികയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് BJP അല്ല, വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഇടതുപക്ഷവും വലതുപക്ഷവും ഉണ്ട്, BJP മാത്രമല്ലല്ലോ. അപ്പം ഇവിടെ ജനങ്ങളെ കൊണ്ട് നിർബന്ധമായി LDFനോ UDFനോ വോട്ട് ചെയ്യുന്നൊരു മനോഭാവത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളെ കൊണ്ടെത്തിച്ചാൽ അതിൻ്റെ ഉത്തരവാദി സുരേഷ് ഗോപിയല്ല, മറിച്ച് BJPയുടെ കേന്ദ്ര നേതൃത്വമാണ്. അവർ മനസ്സിലാക്കണം. ഇപ്പം തന്നെ 25 ലോക്കൽ ബോഡി ഇലക്ഷൻ വരുമ്പോൾ എന്ത് പ്രിപ്പറേഷനാണ് ഇവർ ചെയ്തിട്ടുള്ളത്? ഇവരെ ഒരു പുതിയ സ്റ്റേറ്റ് പ്രസിഡന്റിനെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെടുക്കേണ്ട കാലം എന്നേ കഴിഞ്ഞിരിക്കുന്നു. പാർട്ടിയെ വീണ്ടും റീവാമ്പ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരിതൊന്നും ചെയ്യാതെ മോദി ഫാക്ടറിൽ മാത്രം കേരളം ഓടിപ്പോവില്ല. നരേന്ദ്രമോദിയെ ഞാൻ BJPക്കാരനല്ല, നരേന്ദ്രമോദിയെ വ്യക്തിപരമായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നത്, ഞാൻ രാജ്യസ്നേഹിയായോണ്ടാണ്. BJPക്കാരൻ മാത്രമൊന്നല്ല, അവർ രാജ്യസ്നേഹിയാണ്. BJPക്കാർക്ക് മാത്രമല്ലല്ലോ മോദി പ്രിയപ്പെട്ടവനായിട്ട് മാറുന്നത്. ഇവിടെ BJPയുടെ കേന്ദ്ര നേതൃത്വം കേരളത്തെ പഠിക്കാനും കേരളീയൻ്റെ രാഷ്ട്രീയ മനസ്സിനെ വിശകലനം ചെയ്യാനും കഴിയുന്നില്ലെങ്കിൽ, ഇപ്പോൾ 11 സീറ്റുകളിൽ BJP 1-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ഈ 11 സീറ്റിലേക്കും 3-ാം സ്ഥാനത്തേക്ക് പോകുവാൻ അധിക കാലതാമസം വേണ്ടിവരില്ല. അതിന് സുരേഷ് ഗോപിയെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. സുരേഷ് ഗോപി അതിനകത്ത് പങ്കുവഹിക്കുന്ന ഒരാളായിട്ട് മാറും തീർച്ചയായിട്ടും. അദ്ദേഹത്തിൽ അർപ്പിച്ചിരിക്കുന്ന ജനങ്ങൾ കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം, അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, പ്രധാനമന്ത്രിയെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, അത് സുദീർഘമായി നടത്തുകയും കാര്യങ്ങൾ സംസാരിക്കേണ്ട എങ്ങനെയാണെന്ന് സ്വന്തം ഡയലോഗ്, സ്വന്തം സ്ക്രിപ്റ്റ് സ്വയം എഴുതി പഠിച്ചു വരികയും ചെയ്യണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ സ്ക്രിപ്റ്റ് എഴുതാൻ ഉള്ള പരിചയക്കുറവുണ്ടെങ്കിൽ നല്ല ഉപദേശകരെ വെച്ച് എങ്ങനെ വേണം സമ്മേളനത്തിന് സംസാരിക്കേണ്ടത്, എന്ത് വേണം ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പഠിച്ചു പറയാൻ അദ്ദേഹം തയ്യാറായില്ലെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് അപരിഹാര്യമായ നഷ്ടമായിരിക്കും ഉണ്ടാകുന്നത്.